ശ്യാമരാജ്, ഇവിടെ എനിക്ക് ഈ പുറത്തു വന്ന് സംസാരിച്ച കുട്ടികളുടെ കാര്യത്തിൽ ശരിക്കും ഭയമുണ്ട്. കാര്യം ഈ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ അവരുടെ മാനേജ്മെന്റോ ഈ റാമിന്റെ കൂട്ടാളികളോ ഇറക്കിയ 3-4 ക്യാമറാമാർ നിരീക്ഷകരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ചിത്രങ്ങൾ അതിലുണ്ട്. ഇനിയിപ്പോൾ വരും ഒന്നാം വർഷം 2ാം വർഷം വിദ്യാർത്ഥികളൊക്കെ കൂട്ടത്തിലുണ്ട്. ഇനി ആ കോളേജിൽ പഠിക്കുന്ന കാലത്തോളം അവർ പീഡനം അനുഭവിക്കാതിരിക്കൽ നമ്മുടെ കൂടി ബാധ്യതയാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ഉറപ്പിലാണ് കുട്ടികൾ പുറത്തേക്ക് വരുന്നത്. നമ്മളടക്കം വിദ്യാർത്ഥികളടക്കം എല്ലാവർക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധ്യസ്ഥമാണ് അവരുടെ കാര്യത്തിൽ. 2, ശ്യാമ, ഈ ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്ന ഈ കെടുതാപ്പ് പിടിച്ചിട്ടാണ് ഇവന്മാരുടെ പണി. അത് ഈ മട്ടിലാണോ വേണ്ടത്? അധ്യാപകർ വിചാരിച്ചാൽ ഒരു വിദ്യാർത്ഥിയുടെ ഭാവി തുറച്ചു കളയാൻ കഴിയും എന്ന ഈ വിഷ്യ സർക്കിൾ പൊളിക്കണ്ടേ? അഞ്ചരക്കണ്ടി കോളേജിന്റെ അഫിലിയേഷനെ പറ്റി ഗൗരവമായ ചർച്ചകൾ ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും ഹാഷ്മി. ഇപ്പം ഞാൻ പറയാൻ വന്നിട്ട് പോയിട്ടാണ് ഹാഷ്മിനോട് ചോദിച്ചത്. നോക്ക്, എനിക്ക് ഇവിടെ എക്കോ വെക്കുന്നുണ്ട്. ഞാൻ പറയാൻ വന്നൊരു കാര്യം തന്നെയാണ് ഹാഷ്മിനോട് ഇങ്ങോട്ട് ചോദിച്ചത്. ഈ ഇന്റേണൽ മാർക്കൊക്കെ പറയുന്ന ഈ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മാറി ചിന്തിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. നോക്കൂ, ഇപ്പോൾ ബിടെക്കിനൊക്കെയാണ്, ഞാൻ ബിടെക് പഠിച്ചാലാണ്. ബിടെക്കിനാണെങ്കിൽ 150-ൽ 50 മാർക്ക് ഇന്റേണലാണ്. ഈ 50 മാർക്കിന്റെ പേരിൽ തന്നെ ഈ അധ്യാപകർ പലരെയും ദ്രോഹിക്കുന്നതിനും ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലാക്കുന്നതിനും ഒരു കൈയും കണക്കുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലെ കുറിച്ചുള്ള വിദ്യാഭ്യാസ രംഗത്തെ ഒരു നവീകരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ചിന്തകൾ കൂടി വേണ്ടതാണ്. പിന്നെ ഇവരുടെ അഫിലിയേഷൻ എന്താണ്, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ BJP-യുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ പറയുന്നത്, അത്തരത്തിലുള്ള ഇവരെ എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിച്ചിട്ടാണോ ഇവരുടെ അഫിലിയേഷൻ ഉള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കും. അത് ഞാൻ തുടക്കത്തിൽ എൻ്റെ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറയുന്നത്. ഒരു പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ വളരെ ആധികാരികമായിട്ട് തന്നെ ഞാൻ പറയുന്നു, അത്തരത്തിലുള്ള ഒരു കളി നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഈ വിദ്യാർത്ഥികളോടൊപ്പം പൂർണ്ണമായിട്ട് അടിയുറച്ച് തന്നെ നിൽക്കുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് അവർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് പറ്റും, ആ രീതിയിലെല്ലാം സംരക്ഷണം ഒരുക്കും. ഏത് ക്യാമറ കൊണ്ട് വെച്ചാലും ഇത് ഇപ്പം ഞാൻ പറയുന്ന ഈ ക്യാമറ കൊണ്ട് വെച്ച ആളുകൾ നന്നായിട്ട് കേട്ടോട്ടെ. നിങ്ങൾ ഏത് ക്യാമറ എവിടെ കൊണ്ട് വെച്ചാലും ഈ പുറത്ത് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതികരണം വളരെ ശക്തമായിട്ട് ഉണ്ടാവും. അത് എനിക്ക് ചാനലിൽ ഇത്ര മാത്രമേ പറയാൻ വേണ്ടി സാധിക്കും, പക്ഷേ അത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഹാഷ്മി. പിന്നെ അടുത്തത് ഇവിടെ SFIയുടെ പ്രതിനിധി പറഞ്ഞിട്ടുള്ളൊരു കാര്യം നോക്കൂ. നമ്മളൊരു ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന വാദങ്ങൾക്ക് ഒരു യുക്തി വേണം. ഇവിടെ UGC റെഗുലേഷൻ കൊണ്ടായിട്ടാണ് നമ്മുടെ ഈ പാവപ്പെട്ടുള്ള നിതിൻ ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടായിട്ടുള്ളത്. ഏത് UGC പറഞ്ഞിട്ടാണ് ഈ നിതിൻ രാജു മരിച്ചിട്ട് 1-ാം ദിവസം ഇവിടുത്തെ പോലീസുകാരനത് ലോണാപ്പിന്റെ കാര്യമാണെന്ന് പറഞ്ഞത്? ഏത് UGC പറഞ്ഞിട്ടാണ് ഇവിടെ മധു കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൊലപാതകൾ ഒരാളായിരുന്ന ഷംസുദ്ദീനെ പിടിച്ചിട്ട് ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയത്? ഏത് UGC പറഞ്ഞിട്ടാണ് ബിന്ദു എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു വീട്ടമ്മയെ ചെയ്യാത്ത തെറ്റിന് ദിവസങ്ങളോളം പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിരുന്ന് കള്ളിയെന്ന് വിളിച്ചിട്ട് മുദ്രകുത്തി പോലീസ് സ്റ്റേഷനിൽ വെച്ചിരുന്നത്? ഏത് UGC പറഞ്ഞിട്ടാണ് രാജേഷ് മാഞ്ചി എന്ന് പറയുന്ന ഒരു ബീഹാറി ആദിവാസി ചെറുപ്പക്കാരനെ മലപ്പുറത്ത് വെച്ചിട്ട് ആൾക്കൂട്ടം കൊലപാതകം ചെയ്തിട്ടുള്ളത്? ഏത് UGC പറഞ്ഞിട്ടാണ് നിങ്ങളുടെ നേതാക്കന്മാർ പൂക്കോട് വെറ്റിനറി കോളേജിലെ നിങ്ങളുടെ നേതാക്കന്മാർ ചുറ്റും കൂടി നിന്നിട്ട് ആൾക്കൂട്ട വിചാരണ നടത്തിയിട്ട് സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ പാവ ഒരു ചെറുപ്പക്കാരനെ കൊന്നു കളഞ്ഞത്? ഏത് UGC പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അധ്യാപക സംഘടനയിലുള്ള ഒരു അധ്യാപകൻ ആ വിദ്യാർത്ഥികൾക്ക് കൊലപാതകം? ഈ വർഷം നവംബറിൽ കൊണ്ടുവന്നു. എന്താണ്? കൃത്യമായിട്ട് ഇക്വിറ്റി കമ്മിറ്റി ക്യാമ്പസുകളിൽ വേണം. ആ ഇക്വിറ്റി കമ്മിറ്റിയുടെ റോൾ എന്താണെന്നറിയോ? 24 മണിക്കൂറിനകം ഒരു വിഷയം SC ST OBC അട്രോസിറ്റി ഉണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ആ ഇക്വിറ്റി കമ്മിറ്റി അതിനകത്ത് ഇൻവോൾവ് ചെയ്യണം, ഇടപെടണം. 7 ദിവസത്തിനകത്ത് ആരാണോ ആരോപണ വിധേയർ അവർക്കെതിരെ നടപടി വേണം. 15 ദിവസത്തിനകത്ത് ഹയർ അതോറിറ്റി റിപ്പോർട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡിന് പ്രതിവിധിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വരികയാണ്, നീ പോലെ പോരെ, ഞാൻ വരികയാണ്. ഞാൻ ഒറ്റ ചോദിച്ചു ചോദിച്ചോട്ടെ. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അധ്യാപികയാണ്, തൃശ്ശൂർ കേരളോർമ്മ കോളേജിലെ പ്രൊഫസറാണ്. എവിടെയാ ഇത് മനസ്സിലാക്കേണ്ട? ഒരു അധ്യാപക, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അധ്യാപികയാണ്. എന്താണ് ഇവരുടെ റോള്? ഞാൻ വീണ്ടും ചോദിക്കട്ടെ, SC ST അട്രോസിറ്റി ആക്ട് പ്രകാരം കേസ് എടുക്കുന്നതിന് ഏത് UGC ആണ് തടസ്സം നിൽക്കുന്നത്? എന്നിട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? മന്ത്രി എവിടെ? അല്ല, അപ്പോഴത്തേക്ക് ലോണിലോട്ടും ആപ്പിലോട്ടും കളി മാറിയല്ലോ. ഇതിനകത്ത് ഞാൻ പരസ്യത്തിന്റെ സമയത്ത് ശ്രീ V ശിവൻകുട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ബൈറ്റ് നിങ്ങളുടെ മാധ്യമങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആർക്കും എന്തുമാവാം എന്ന സ്ഥിതി വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കണം. എത്ര ദയനീയമാണ്! ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് സ്വന്തം തിരുവനന്തപുരം ജില്ലയിൽ ഒരു ക്യാമ്പസിലെ ഇത്തരത്തിലുള്ള അധ്യാപകനെന്ന് വിളിക്കാൻ പോലും പാടില്ലാത്ത റാം എന്ന് പറയുന്ന ഒരു നരാധമൻ കൊന്നു കളഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം ജില്ലയിൽ MLA വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയുമായിട്ടുള്ള ശിവൻകുട്ടി ഇരുന്നിട്ട് വിലപിക്കുകയാണ്. വല്ലാത്ത കഷ്ടമായി പോയെന്ന് പറഞ്ഞു. എന്ത് ആർക്കും എന്തുമാവുന്ന സ്ഥിതി? ആക്ഷൻ എടുക്കേണ്ട ഇവരല്ല ഹാഷ്മി. ആക്ഷൻ എടുക്കേണ്ട ആളുകൾ വിലപിക്കുന്ന എന്തിനാ?
അവർ ആക്ഷൻ എടുക്കണം. കേരളത്തിന് വിദ്യാഭ്യാസ വകുപ്പ്, എന്നിട്ട് കേരളത്തിന് റാമും വിദ്യാഭ്യാസ ആരൊക്കെ വകുപ്പ് ഏതോ പുറത്തേക്ക് വിളിച്ചിരിക്കുകയാണ് ഇപ്പൊ പിടിക്കാൻ പറ്റുന്നില്ല. ഒളിച്ചിരിക്കുകയാണ്. ആപ്പിന് പിന്നാലെ എവിടെ പോലീസ് ഇവര്? അടക്കം ചെയ്യാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലാസ്റ്റ് ഞാൻ തെറ്റണമെങ്കിൽ തീർത്ത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്ന ഈ കോളേജിന്റെ ഉടമസ്ഥനിൽ ഒരാളെ ഉടമസ്ഥനെ കാണാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പസിൽ പോയിട്ടുണ്ട്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുനാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത് 2016 തെരഞ്ഞെടുപ്പിന് സമയത്ത്. അറിയില്ല, അങ്ങനെ നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ മാനേജ്മെന്റിന് അതിഭീകരമായ സ്വാധീനം ഉണ്ടെന്ന തർക്കമില്ല. അതുകൊണ്ടാണ് അവരുടെ ഈ മാനേജ്മെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്നേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.